വെൽക്കം ടു എംബിറ്റ് സിനിഫിലിയ. നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന സിനിമയെന്ന് വെച്ചാൽ ഒരു ക്ലാസിക് സോംബി ത്രില്ലർ ആണ്. പേര് ഡൗൺ ഓഫ് ദി ഡെഡ്. ഇത് ഞാൻ പണ്ട് കൊച്ചിയിലെ കുറേ കണ്ടുള്ള സിനിമ കേട്ടോ. എൻ്റെ കയ്യിലൊരു DVD തന്നെ ഉണ്ടായിരുന്നു ഈ സിനിമ ഉൾപ്പെട്ടിട്ടുള്ള. സോ കഴിഞ്ഞ ദിവസം ചുമ്മാ നമ്മുടെ ജിയോ ചാർജ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ഓഫർ കിട്ടി, ജിയോ ഹോട്ട്സ്റ്റാർ. അപ്പം അതും കൂടെ പറയാം. ജിയോയുടെ 329 പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ജിയോ ഹോട്ട്സ്റ്റാർ ഫ്രീ ആയിട്ട് കിട്ടും. സോ നിങ്ങൾക്ക് സിനിമ കാണാം വിത്ത് ആഡ്സ്. സോ നമുക്ക് കണ്ടന്റോട്ട് വരാം. ഇതൊരു സാക്ക് സ്നൈഡറിന്റെ സിനിമയാണ്. 2004 ഇറങ്ങിയ പടമാണ്. ഈ സിനിമ മറ്റുള്ള സോംബി സിനിമകളുമായിട്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പിക്ചർ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇഞ്ചോട് ഇഞ്ച് പെർഫെക്റ്റ് സ്ക്രിപ്റ്റാണ് കൊടുത്തേക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ സിനിമയ്ക്കകത്ത് ഒരു ഫോൾട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സാധാരണ ഒരു സോംബി പടം അല്ലെങ്കിൽ ഹൊറർ പടത്തിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള ലാക്കായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പോയിന്റ്സ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൂസൻസ് വരും. ഇതിനങ്ങനത്തെ പ്രശ്നമേ ഇല്ല. ഫുള്ള് പെർഫെക്റ്റ് A to Z. നിങ്ങൾ ഇത്രയ്ക്ക് സൂപ്പറായിട്ട് സ്ക്രിപ്റ്റുള്ളൊരു ഹൊറർ പടം അല്ലെങ്കിൽ സോംബി പടം കണ്ടു കാണത്തേ ഇല്ല. ഹൊറർ ഞാൻ പറഞ്ഞില്ല, സോംബി വേർഡ്സ് വരുന്ന പടം കണ്ടു കാണത്തേ ഇല്ല. ഇന്നത്തെ സോംബി ഉണ്ടെങ്കിൽ സോംബി അറ്റാക്കിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ സോംബിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള സിനിമകളിൽ ഞാൻ സോംബി കണ്ടുള്ള കൂടുതലും കണ്ടുള്ളത് വെച്ചാൽ സോംബി അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൂവ്മെൻ്റ് ഒക്കെ കുറഞ്ഞ് ശബ്ദത്തിന് അനുസരിച്ച് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നൊരു ജീവികളായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് സോംബികൾക്ക് ഫുള്ള് പവറുണ്ട്, ഫുള്ള് മൂവ്മെൻ്റ് ഉണ്ട്. സാധാരണ മനുഷ്യരെ പോലെ ഓടാൻ പറ്റും, നല്ല സ്പീഡിൽ ഓടാൻ പറ്റും, ചാടാൻ പറ്റും. അങ്ങനത്തെ പരിപാടിയൊക്കെ പറ്റുന്നൊരു സോംബികളെ ഒരു ടൈപ്പ് ഓഫ് സോംബീസ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ പടത്തിൻ്റെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സാറാ പുള്ളി ആണ് നായിക. പുള്ളിക്കാരിയൊക്കെ എക്സ്ട്രീമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ തിരിച്ചു വരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ കുറച്ച് കേസുണ്ട്, പെടലേക്ക് അടിച്ച കുറച്ച് കേസ് കൂടി വരുന്നു പറയുന്നു. പിന്നെ നേരെ വീട്ടിൽ വരുമ്പോഴത്തെ ഹസ്ബൻഡുമായിട്ടൊക്കെ ഒന്ന് കുറച്ച് റൊമാൻറ്റിക് രംഗങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആണ് ഹസ്ബൻഡ് വന്നു. ആ വരുന്ന വഴിക്ക് ഒരു കൊച്ചിനെ കാണുന്നുണ്ട്. ആ കൊച്ചിനെ കാണുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയെ കാണുന്നുണ്ട്. ആ പെൺകുട്ടിയോട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട്, അയൽക്കാരി പെൺകുട്ടി, അവളോട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് തിരിച്ചു വരുന്നു. പിന്നെ ഭർത്താവായിട്ടുള്ള കുറച്ച് റൊമാൻസ് സീൻസ്, അത് പിന്നെ ഇംഗ്ലീഷ് സിനിമയാണ്, നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. ആ സീൻ കഴിഞ്ഞിട്ട് പിന്നീട് കാണുന്നത് വെച്ചാൽ ആ സീൻസ് കഴിഞ്ഞിട്ട് കിടക്കുമ്പോഴത്തേക്കും ആ പെൺകുട്ടി ഇവരുടെ മുറിയിലോട്ട് വരുന്നു. ആ പെൺകുട്ടിക്ക് മേൽച്ചുണ്ടില്ല, അവിടെ കൂടെയൊക്കെ ചോര ഇങ്ങനെ ചാടി വന്നോടെ ഇരിക്കുന്നു. അത് കാണുമ്പോഴത്തേക്കും ഈ സാറാ പുള്ളിയുടെ ഹസ്ബൻഡ് നേരെ പോയിട്ട് ആ കുട്ടിക്ക്, അയൽക്കാരി കുട്ടിയാണ്, അപ്പോൾ ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നെ രക്ഷിക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ അവിടെ വെച്ചാണ് ആ കുട്ടി ഇവളുടെ ഹസ്ബൻഡിനെ പെടലേക്ക് കടിച്ച് അവസാനം ആ ഹസ്ബൻഡ് ഒരു സോംബിയാവുന്നു, ആ കൊച്ചു സോംബിയാവുന്നു. ഈ നായിക സാറാ പുള്ളി എന്ന് പറഞ്ഞ നായിക മാത്രമായിട്ട് രക്ഷപ്പെടുന്നു. സോറി, ഞാൻ ഈ പറഞ്ഞ ഒറിജിനൽ ആക്ട്രസിന്റെ പേരാട്ടോ, അതിനകത്തെ പേരല്ല. ഓക്കെ, പിന്നീട് ഇവർ